സർ, ഈ എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ NIAയുടെ അന്വേഷണം വരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ പലരും സാറ് തന്നെ ആദ്യമേ അതിൽ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തി. പിന്നീടാണ് അത് തുടർന്ന് വിവാദങ്ങളിലേക്കൊക്കെ പോയതും അതിന്റെ 17 കട്ടൊക്കെ വന്നതുമൊക്കെ. ഇതിൽ യഥാർത്ഥ വില്ലൻ മുരളി ഗോപിയല്ലേ? കാരണം ഈ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ അത് ആന്റണി പെരുമ്പാവൂരും പൃഥ്വിരാജും ഷെയർ ചെയ്തു. പക്ഷേ ഒരു തരത്തിലും അത് ഷെയർ ചെയ്യാതെയും മൗനം പാലിക്കുകയുമാണ് മുരളി ഗോപി. മുരളി ഗോപി അറിഞ്ഞുകൊണ്ടുണ്ടാക്കിയ ഒരു വിവാദം തന്നെയല്ലേ ഇത്? പണം ഉണ്ടാക്കാനായി ഒരു വിഭാഗത്തെ ക്രൂശിച്ചുകൊണ്ട് അവരെ എന്തും പറയാം, എന്തും ചെയ്യാം, ചോദിക്കാൻ ആരുമില്ല എന്നുള്ള ഒരു ധൈര്യമല്ലേ മുരളി ഗോപി കൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിച്ചത്? ഇതില് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, അങ്ങ് പറയുന്ന ആ ഒരു അഡമന്റ് ക്യാരക്ടർ, അതോടൊപ്പം തന്നെ ഇപ്പൊ ഇതിനെതിരെ മുരളി ഗോപി സംസാരിച്ചാൽ നമ്മുടെ ഈ നാട്ടിലെ പിള്ളേർ പറയും അണ്ണാക്കിൽ പിരിവെട്ടു എന്ന് പറയും, കേട്ടിട്ടില്ലേ? അയാളുടെ വായിക്കാത്ത മണ്ണുവാരിയിടും. ഏത് തന്നെ കേരളത്തിലെ കോൺഗ്രസ് CPM നേതാക്കൾ പിന്തുണച്ചെന്ന് കരുതിയാലും അയാൾക്ക് തുറക്കാൻ പറ്റില്ല. കാരണം അയാൾ തുറന്നു കഴിഞ്ഞാൽ അയാൾക്ക് വരാൻ പോകുന്ന പണി അയാൾക്ക് തന്നെ അറിയാം. ഒരു കാര്യം, പിന്നെ അങ്ങ് പറഞ്ഞ പോലെ അയാളുടെ ഒരു സ്വഭാവം, അയാൾ എന്താണ് എന്നുള്ളത് അയാൾ തന്നെ വ്യക്തമാക്കുന്നുണ്ട് അയാളുടെ പ്രവൃത്തികളിലും അയാളുടെ മുൻകാല ജീവിതത്തിലൂടെയൊക്കെ നമുക്കറിയാം. പിന്നെ സിനിമാക്കാരുടെ ജീവിതങ്ങളായതുകൊണ്ട് അവർ പലതും സമൂഹം ചർച്ച ചെയ്യാതെ പോകുന്നു. പിന്നെ പൃഥ്വിരാജും ആന്റണി പെരുമ്പാവൂറും ഇത് ഷെയർ ചെയ്തത് അവിടെ മാറ്റി നിൽക്കട്ടെ. പക്ഷെ ഇതില് പൃഥ്വിരാജ് എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിൽ ഇനി എങ്ങനെ ഊരി പോകാമെന്നുള്ള ഇതിൽ ഭയം കൊണ്ട് അയാൾ ഇത് എന്തും ചെയ്യും. അയാൾക്കറിയില്ലായിരുന്നു. കാരണം ഈ സിനിമയില് താൻ തോന്നി കടുവ മറ്റേ മറിച്ചയിലൊക്കെ ഈ സ്ക്രീനിന്റെ മുന്നിൽ കിടന്ന് ബിൽഡപ്പ് കാണിക്കുന്ന ഒരു ഇത് വെച്ചാൽ ജനങ്ങൾ അങ്ങനെ തന്നെ അയാളെ ആരാധിക്കും. അതാണ് താനെന്ന് ഉള്ള ഒരു അഹങ്കാരവും, ജന്മനാൽ അഹങ്കാരം ഇച്ചിരി കൂടുതലാണ്. പക്ഷെ അതിനെ എല്ലാത്തിനെയും വെട്ടി മടക്കിക്കൊണ്ട് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ ഇനി മുന്നോട്ട് പോവുക. ഇതിൽ ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം, ഈ വിഷയത്തിൽ സെൻട്രൽ ഗവൺമെന്റ് കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തി ഇവർക്കെതിരെ, ഇത്തരം ദേശവിരുദ്ധ ശക്തികൾക്കെതിരെ നടപടി എടുത്തില്ലെങ്കിൽ അത് വരുന്ന BJPയുടെ തെരഞ്ഞെടുപ്പുകളിൽ അത് വളരെ വലിയ രീതിയിൽ റിഫ്ലക്ട് ചെയ്യും. ഇത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഇത് ഇത്രയും ദേശദ്രോഹികളെ വെറുതെ വിട്ടുകഴിഞ്ഞാൽ അത് വലിയ രീതിയിൽ അത് ബുദ്ധിമുട്ടുണ്ടാകും എന്ന് കേന്ദ്ര ഏജൻസിക്ക് തന്നെ അറിയാം. കാരണം അത്രയും മാത്രം ഇതൊരു ജനവികാരത്തെയാണ് ഇവിടെ വ്രണപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഇവർക്ക് സപ്പോർട്ടായിട്ട് വരുന്നവർ, അതായത് ഇപ്പൊ പൃഥ്വിരാജും ഈ പറയുന്ന മുരളി ഗോപിയൊക്കെ എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോ ഇവർക്ക് ജയ് വിളിച്ച് വരുന്നവരെ കാണുമ്പോ എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഈ ജിഹാദികളുടെ വികാര ഇതിനെ ഏതെങ്കിലും ഒരു സ്പാ സെന്ററിലെ വ്യക്തികൾ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ ആ മസാജ് ചെയ്ത് കൊടുക്കുന്ന വ്യക്തിയാണ് എല്ലാം എന്ന് കരുതി അവരെ വാഴ്ത്തുന്ന ഒരു ദയനീയമായ ഒരു അവസ്ഥ ഉണ്ടല്ലോ. അത് ഏതൊരു ഒരു ധാർമ്മിക ബോധമില്ലാത്ത വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു നിർദ്ദിഷ്ട ജീവിയാണെങ്കിലും ഇവരുടെ ഈ പറയുന്ന വർഗീയ വികാരത്തിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ അവരെ സ്റ്റാറാക്കി ഉയർത്തിപ്പിടിക്കുന്ന ഒരു രീതി കേരളത്തിൽ മാത്രമാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ CPMകാരും കോൺഗ്രസ്സുകാരും അവരുടെ നയങ്ങൾ വ്യക്തമാക്കുന്നു, അതിലൊന്നും പ്രശ്നമല്ല. ഇതിന്റെ ഇടയിൽ ആ ഹൈബി ഈഡൻ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരുന്നു, ഇത് തന്ത ഇന്ത്യ ആരുടെയും തന്തയല്ല. അതും ഒരു വലിയൊരു പ്രശ്നമാണ്. അതിനെതിരെ അയാൾക്കൊരു മറുപടി ഞാൻ ഇതിന്റെ ഭാഗമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്തരം ചില ആൾക്കാരുടെ സ്റ്റേറ്റ്മെന്റുകളും ആൾക്കാരുടെ സപ്പോർട്ടുമാണ് എപ്പോഴും ഈ പൃഥ്വിരാജിനെയും ഈ മുരളി ഗോപിയെയും പോലുള്ളവരെ വീണ്ടും രാജ്യവിരുദ്ധ കാര്യങ്ങൾ ചെയ്യാനും അല്ലെങ്കിൽ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രോത്സാഹിപ്പിക്കുന്നത് എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഈ ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടിയ ഫണ്ടിനെ കുറിച്ചാണ്. ഇവരുടെ പല സിനിമകളിൽ ഇപ്പോൾ കുരുതി പോലുള്ള, ജനഗണമന പോലുള്ള ആ സിനിമയിലൊക്കെയാണ് ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും, ഉത്തരം കിട്ടുന്നത് വരെ ഈ രാജ്യം ഒരുത്തന്റെയും തന്തയുടെ വകയല്ല എന്നൊക്കെ പറയുമ്പോൾ രാജ്യം ഭരിക്കുന്നത് BJP സർക്കാരാണെന്നും BJP സർക്കാരിന്റെ തന്തയുടെ വകയല്ല ഈ രാജ്യമെന്നും ഒക്കെ പറയുന്നത് ഒരു BJP വിരുദ്ധത ഇവരുടെ സിനിമകളിൽ എപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ BJP വിരുദ്ധ? ഇവരുടെ രാഷ്ട്രീയം എന്തിനാണ് ഇവർ സിനിമകളിൽ കുത്തി നിറയ്ക്കുന്നത്? മറ്റാരെങ്കിലും സുഖിപ്പിക്കാനാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഫണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകൾ, ദുരൂഹതകൾ, അത്തരത്തിൽ എന്തെങ്കിലും സംശയം സാറിന് തോന്നുന്നുണ്ടോ?
ഇത് ഇപ്പം എനിക്ക് തോന്നുന്നതല്ല, അങ്ങേക്ക് തോന്നുന്ന കാര്യം തന്നെ ഈ ലോകത്തിലുള്ള എല്ലാവർക്കും, ഞാനടക്കമുള്ള വ്യക്തികൾക്ക് അത് വ്യക്തമാകുന്ന കാര്യമാണ്. കാരണം ഇതുപോലുള്ള ആൾക്കാരുടെ ശബ്ദമാണ് ഇതില് അങ്ങ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ലോകം നിയന്ത്രിക്കുന്നത് ചിന്തകളിലൂടെയാണ്, തോട്ട്സിലൂടെയാണ്. അതായത് നമ്മൾ എല്ലാ പുരാണങ്ങൾ എടുത്താലും ഓരോ കഥകളെ എടുത്ത്, അല്ലെങ്കിൽ ഇപ്പൊ ഖുറാൻ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തെ ബേസ് ചെയ്തിട്ടാണ് പല ഇസ്ലാം രാജ്യങ്ങളിലും ഭരണങ്ങൾ വരെ ഉണ്ടായിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ തന്നെ നിലനിൽപ്പ്, ഈ രാജ്യത്തിന്റെ സംസ്കാരം, ഇതെല്ലാം നമ്മുടെ നാട്ടിലെ, നമ്മുടെ ഇവിടെ ഉള്ള പുരാണങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഗ്രന്ഥങ്ങളും ഇവിടുത്തെ ഇതിഹാസങ്ങളും ഷഡ്ദർശനങ്ങളും എല്ലാം ബേസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നമ്മൾ ഈ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒരു 2.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഒരു ജനതയുടെ വലിയ ഒരു തോട്ട് പ്രോസസ്സിന് ഇത് മാറ്റാൻ ഇത് കഴിയും. അതായത് ചിന്തകളെ മാറ്റാനുള്ള കെൽപ്പ് സിനിമയ്ക്കുണ്ട്. അതുകൊണ്ടാണ് സിനിമ കണ്ടു കഴിയുമ്പോൾ കൂടുതൽ, ഇപ്പോൾ മാർക്കോ പോലുള്ള സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കൂടുതൽ വയലൻസിലേക്ക് ആൾക്കാർ തിരിഞ്ഞതും, അതുപോലെ തന്നെ പല സിനിമകളിലൂടെയും ആൾക്കാർക്ക് നല്ലതും ചീത്തയുമായിട്ടുള്ള കാര്യങ്ങൾ ഇംബൈബ് ചെയ്യാനും ഒരു ഇൻസ്പിറേഷൻ ആയിട്ട് വരും. അപ്പൊ ഇതുപോലുള്ള നടന്മാർ അവരെ പർച്ചേസ് ചെയ്തുകൊണ്ട് അവരെ ബൈസ്ഡ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ അവരെ പർച്ചേസ് ചെയ്ത് ഈ പറയുന്ന നമ്മുടെ രാജ്യത്ത് ഡയറക്റ്റ് ആയിട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത ഈ പറയുന്ന ദേശവിരുദ്ധ ശക്തികൾ ഇത്തരം സോഴ്സുകളിലൂടെ പ്രവർത്തിക്കുകയാണ്. ബിക്കോസ് ദേ ആർ ഇൻസൈഡ് അവർ കൺട്രി. സോ ഇങ്ങനത്തെ അകത്തിരിക്കുന്ന വ്യക്തികൾക്ക് പെട്ടെന്ന് നമ്മൾ അറ്റാക്ക് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ കൂടുതലാണ്. അപ്പൊ ഇതില് പൃഥ്വിരാജ് ഈ BJP-നെ ഇപ്പൊ തന്തയുടെ വകയല്ല എന്ന് പറയുന്ന ഒരു ഡയലോഗിൽ അതിന് ഞാൻ അതിനൊരു മറുപടി ഹൈബിയിടലും ഞാനത് കൊടുത്തതാണ്. അതായത് ഈ നമ്മുടെ ഭാരതീയ ചിന്താധാര അനുസരിച്ച് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരിടത്തും തന്തയെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ഭാരതാംബയെ പറ്റി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇത് തന്തയുടെ വകയല്ല, പക്ഷെ ഇത് ഭാരതാംബയുടെ വകയാണ്. അതുപോലെ തന്നെ ഞാൻ അയാളോട് പറഞ്ഞു, ഇത് ഒരു ഇറ്റാലിയൻ മദാമയുടെയും വകയല്ല, ഇത് ഒരു തരത്തിലുള്ള ഗണ്ടികളുടെയും തെണ്ടികളുടെയും വകയല്ല എന്നും കൂടെ ഞാൻ അദ്ദേഹത്തിനോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ സാർ, താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച് സാർ.